ഹായ് എവരിവൺ, വെൽക്കം ടു ഗ്ലോ ബെറ്റർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ലൈനർ ആണ്. ഇത് മാഴ്സിൻ്റെ ലിപ് ലൈനർ ആണ്, ഇൻ ദ ഷെയ്ഡ് മഡി ബ്രിക്ക്. ഈ ഒരു ലിപ് ലൈനർ ഓൾമോസ്റ്റ് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും പോകാറുണ്ട്. ഇതിനൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതും ന്യൂഡ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ്. ഞാൻ അങ്ങനെ ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന ആളല്ല. സോ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും ഈ ഒരു ലിപ് ലൈനർ പോകാറുണ്ട്. സോ നമുക്ക് ആദ്യം ഈ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഒരു നല്ലൊരു ഷെയ്ഡാണിത്. ഞാൻ ഇടയ്ക്ക് ഈ ഒരു ലിപ്പ് ലൈനർ മാത്രം യൂസ് ചെയ്യാറുണ്ട്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഇനി ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാനൊരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ട് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് അണ്ടർ 100 ആണ് റേഞ്ച് വരുന്നത്. ഇപ്പം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ലിപ്സ്റ്റിക് ആണ്. കാരണം ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, ഡ്രൈയിങ് ആക്കില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. ടു ബി ഹോണസ്റ്റ് ഇതൊരു 1 to 2 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവും, അല്ലാണ്ട് ഒരു 1 to 2 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തീരെ പിഗ്മെന്റേഷൻ ആക്കുന്നില്ല ലിപ്സിൽ. അതുപോലെ തന്നെ ഇതിന്റെ ഷെയ്ഡും അടിപൊളിയാണ്. ഞാൻ ഇത് വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സുഡിയോന്റെ ലിപ് മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, ഇൻ ദ ഷെയ്ഡ് ഡസ്റ്റി റോസ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് മോർ ദാൻ 2 to 3 hours ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചാലും കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകില്ല, ഒരു ഇന്നർ പോർഷനിൽ നിന്ന് അത് പോകും. പക്ഷെ എന്നാലും ഒരു നല്ലൊരു ടിൻറ്റ് ഉണ്ടാവും നമ്മുടെ ലിപ്സിൽ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വെറുതെ, അതായത് വെയർ ചെയ്ത ഉടനെ ഇതെനിക്ക് വാഷ് ഔട്ട് ചെയ്യും. പക്ഷെ അത് സെറ്റായി ഓക്സിഡൈസ്ഡ് ആയി കഴിയുമ്പോഴത്തേനും ഒരു പെർഫെക്റ്റ് ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും എൻ്റെ ലിപ്സിൽ ഉണ്ടാവുക. ഇപ്പം ഈ ഒരു ഷെയ്ഡാണെങ്കിലും ഇതൊന്ന് ഡ്രൈ ആയി സെറ്റിലായി കഴിയുമ്പോൾ ഇതിന്റെ ഷെയ്ഡ് കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ആവും. ഇപ്പൊ ഒരു ന്യൂഡായിട്ടുള്ള ഒരു പിങ്കി ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആയിട്ടുണ്ട് ഇത്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മാർസ് ബ്രാൻഡിന്റെ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഒരു 5 to 6 hours നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് കുറച്ച് ഡ്രൈയിങ് ആണ് ലിപ്സിൽ. അപ്പൊ ഒക്കേഷണലി മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാനിത് മിക്കപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇതിന്റെ മിക്സ് ചെയ്യാണ്ടുള്ള ഈ ഒരു ഷെയ്ഡും നല്ല തന്നെയാണ്. ഇതൊരു പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഓൾസോ ഇത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റന്റ്ലി ബ്രൈറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ വേറെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യും. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, കണ്ടോ? നമ്മുടെ ഫേസ് പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആവും ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോഴത്തേനും. ഈ ഷെയ്ഡ് വെക്കേഷൻ മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സുഡിയോയുടെ ലിപ്സ്റ്റിക് ആണ്, ഇൻ ദ ഷെയ്ഡ് ബ്രേസൻ റേസിൻ. ഈ ഒരു ലിപ്സ്റ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റനിങ് ലിപ് ഷെയ്ഡ് ആണ്. പക്ഷെ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതധികം ലാസ്റ്റ് ചെയ്യൂല. അതായത് ഒരു 3 to 4 hours അല്ലെങ്കിൽ 2 to 3 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി പോവും. പിന്നെ ഒരു ചെറിയ ടിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ടിന്റ് നല്ലതാണ്, അല്ലാതെ അവിടുന്നും ഇവിടുന്നും അങ്ങനെയല്ല പോവാ. ഇതാണ് സുഡിയോയുടെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇത് കുറച്ചും കൂടെ നമ്മൾ കുറവ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് വരും. ഞാൻ കാണിച്ചാൽ ഞാൻ ഇത്രയും ഡാർക്കായിട്ട് യൂസ് ചെയ്യലില്ല. നമ്മളിത് കുറച്ച് അപ്ലൈ ചെയ്താൽ അതാ ഈ ഒരു ഷെയ്ഡായിട്ട് കിട്ടും.
ഇതാണ് കറന്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ബൈ ബൈ.